ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തങ്കു പൊന്നു ദേവൻ. ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ വന്നേക്കുവാണേ. അമ്പലത്തിൻ്റെ പേര് ഇരട്ടക്കുളങ്ങര അമ്പലം എന്നാണ്. നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ ആറാട്ട് വരുന്നത് നമ്മുടെ ഇരട്ടക്കുളങ്ങര അമ്പലത്തിലാണ്. അവിടുത്തെ കുളം നല്ല രസമുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ മീനുകളൊക്കെ ഉണ്ട്, ഞാൻ ആ വെള്ളത്തിൽ കളിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്, നല്ല തണുപ്പുള്ള വെള്ളം, നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് നോക്കി തണുത്ത വെള്ളത്തേക്ക് കളിക്കാൻ നല്ല രസമാണ്. അവിടുത്തെ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇരുന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജനാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രഷ് ഓക്സിജനാണ്, എന്തൊരു സുഖം. അപ്പോൾ നല്ല തണുപ്പും കാറ്റും കുളവും അങ്ങനെ ഇരട്ടക്കുളങ്ങര അമ്പലം ഫുള്ള് കണ്ട് തൊഴുത്. അപ്പം നമ്മൾ മിക്ക ദിവസവും വരാറുണ്ട്. അപ്പം എൻ്റെ വീട് അമ്പലപ്പുഴയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ വരാനും ഭയങ്കര ഈസിയാണ്. അവിടുത്തെ ആൽമരത്തിൻ്റെ അവിടെ ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ ഓരോ ചില്ലകളുടെ കൂടി ഇങ്ങനെ പോകുന്ന പോലെ തോന്നി. എനിക്ക് കണ്ടപ്പം ഒരു അത്ഭുതം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആലിലകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് ആടുന്ന കാണാൻ എന്ത് രസമാണെന്നറിയാമോ? അത്രയ്ക്ക് നല്ല രസം, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുമ്പം നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ്. മാത്രമല്ല ഞങ്ങൾ വന്നപ്പം നിവേദ്യത്തിന് അടച്ചേക്കുമായിരുന്നു. തൊഴുതു, പിന്നെ ഞങ്ങൾ ഇറങ്ങി നിവേദ്യത്തിന് അടച്ചേക്കുമായിരുന്നു. നല്ല മണ്ണ്, എൻ്റെ കാലിൽ ആൽമരത്തിൻ്റെ ഇലകളും വന്ന് വീണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ആലപ്പുഴയിലുള്ള സീമാസിലാണ്. കർക്കിടക്കിഴവായത് കാരണം നല്ല കുറേ ഡ്രസ്സ് ഓഫറിലുണ്ടായിരുന്നു. അവിടെ എന്ത് ഓഫറായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. 1+1 ആയിട്ടുള്ള ഒരിതാണ് ഞാൻ പറയാം. 1+1 ഐറ്റംസ് നോ എക്സ്ചേഞ്ച്. അപ്പം 1+1 ഐറ്റംസ് ആണ്. അപ്പം ഞാനപ്പോൾ മറ്റേ കുളത്തിൻ്റെ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ അമ്പലം ഇരട്ടക്കുളങ്ങര അമ്പലമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടി അമ്പലത്തിൽ തൊഴാൻ പോയതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ പൊന്നുൻ്റെ ഫോട്ടോ, അത് കഴിഞ്ഞപ്പം ദേവപ്പൻ്റെ ഫോട്ടോ എടുത്തു, കഴിഞ്ഞിട്ട് അമ്മുമ്മയുടെ ഫോട്ടോ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് മുമ്പ് നമ്മൾ ലെൻസീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതിലേത് ലെൻസീറ്റാണ് നല്ലതെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ദേവൻ്റെ ഉടുപ്പൊക്കെ മാറിയിട്ട് നിൽക്കണു. അപ്പം ഞാൻ സ്കൂളിൽ പോകുന്ന യൂണിഫോം ഇട്ട് നോക്കിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ദേവനായിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഞാൻ സ്നാപ്ചാറ്റിൽ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ദേവൻ്റെ വണ്ടിയിലിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ അക്കു ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുപ്പിച്ചതാണ്. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ ദേവൻ ചിരിച്ചൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ടൊരു വീഡിയോയാണ്.